നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് യാത്ര എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ 6 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല, നെറ്റ് കളക്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്ന ഒരു റിപ്പോർട്ട് ഞാൻ 2 ദിവസം മുമ്പ് കൊടുത്തിരുന്നു, 4 ദിവസത്തെ. അതിനകത്ത് വന്നിരുന്നതിൽ അത് നോക്കുമ്പോൾ ഏതാണ്ട് ഇത് ശരിയായി വരണമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്കൊരു 99% വിശ്വസനീയമായിട്ടുള്ള ഏരിയയിൽ നിന്ന് തന്നെയാണ് ഈ കണക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നെറ്റ് കളക്ഷനാണ്, ബോക്സ് ഓഫീസ് കളക്ഷൻ അല്ല. ആ ഒരു രീതിയിൽ തന്നെ കണക്കാക്കുക. ബോക്സ് ഓഫീസ് കളക്ഷനും നെറ്റ് കളക്ഷനും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനീ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം സമയം കളയുന്നില്ല. യാത്ര എന്ന് പറയുന്ന ഈ ചിത്രം 20 കോടി രൂപയ്ക്കാണ്, 20 കോടി രൂപ ബഡ്ജറ്റിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. YRS എന്ന തെലുങ്ക് രാഷ്ട്രീയ നേതാവിൻ്റെ ആത്മകഥയെ ആസ്പദമാക്കി നിർമ്മിച്ചിരിക്കുന്ന ചിത്രമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ആ ചിത്രത്തെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് കടക്കാം. 6-ാം ദിവസം ചിത്രം USA നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ദിവസം കഴിഞ്ഞിട്ടും, അതായത് വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ റെഗുലർ ഡേയ്സിലാണ് ഇപ്പോൾ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. നോർമലി ഉണ്ടാകുന്ന ഒരു കുറവ് ആ ചിത്രത്തിന് സംഭവിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും. എന്നിരുന്നാലും US നിന്ന് ചിത്രം ഇപ്പോഴും 4 ലക്ഷം രൂപ കളക്ഷൻ നേടുന്നു എന്ന് പറയുന്നത് നല്ലൊരു സംഖ്യയായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ചിത്രം 6-ാം ദിവസം മാത്രം കേരളത്തിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് കണക്ക് നോക്കുമ്പോൾ ഇതൊരു സ്റ്റഡി കളക്ഷനിൽ തന്നെയാണ് മുന്നേറുന്നത്. 45, 40, 48 എന്നീ രീതിയിലായിരുന്നു കഴിഞ്ഞ 3 ദിവസത്തെയും കളക്ഷൻ നിൽക്കുന്നത്. ഈ 45 എന്ന് പറയുന്നത് നല്ലൊരു കളക്ഷൻ തന്നെയാണ്. ഇതൊരു മമ്മൂട്ടി പടത്തിന് കേരളത്തിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മമ്മൂട്ടി അഭിനയിച്ച ഒരു തെലുങ്ക് ചിത്രത്തിന് കേരളത്തിൽ നിന്ന് കിട്ടുന്ന കണക്ക് എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം ഒരു മലയാള സിനിമയ്ക്ക് 6-ാം ദിവസം മമ്മൂട്ടി നായകനായിട്ട് എത്തുന്ന ഒരു സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇതിലധികം കളക്ഷൻ വരുന്നതാണ്. ഇതൊരു തെലുങ്ക് ചിത്രം എന്ന രീതിയിൽ തന്നെ നിങ്ങൾ കണക്ക് കൂട്ടുക. ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്ന് ചിത്രം 6-ാം ദിവസം മാത്രം കളക്ഷൻ നേടിയിരിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. അത് വലിയ തരക്കേടില്ലാത്തൊരു കളക്ഷൻ തന്നെയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ചിത്രം സ്റ്റഡി കളക്ഷനിൽ തന്നെ മുന്നേറുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. 6-ാം ദിവസം ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് 1,40 ലക്ഷം രൂപയാണ്. അത് ഒരു ഉയർന്ന സംഖ്യയായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതായിട്ട് വരും. ഒരു രാഷ്ട്രീയ സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ 1,40 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു നല്ല സംഖ്യയായിട്ട് തന്നെ കണക്ക് കൂട്ടുക. 6 ദിവസം കൊണ്ട് മൊത്തം വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് 26,50 ലക്ഷം രൂപ എന്നതാണ് നെറ്റ് കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. 26,50 ലക്ഷം രൂപ നെറ്റ് കളക്ഷൻ ആയിട്ട് ചിത്രത്തിന് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം ഒരു 42-45 കോടി രൂപയുടെ അടുത്ത് റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. നെറ്റ് കളക്ഷനും ബോക്സ് ഓഫീസ് കളക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഏകദേശം ഒരു 45 കോടി രൂപ ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും മമ്മൂട്ടി നായകനായിട്ട് എത്തിയ ഒരു തെലുങ്ക് ചിത്രത്തിന് ഇത്രയും നല്ലൊരു കളക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ രീതിയിൽ തന്നെയാണ് തുടരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം വലിയ താമസമില്ലാതെ മിക്കവാറും ഈ വരുന്ന ഒരു 5-10 ദിവസത്തിനുള്ളിൽ തന്നെ ചിത്രം 100 കോടി രൂപയിലേക്ക് കടക്കും എന്നുള്ളൊരു 100 കോടി മാന്ത്രിക സംഖ്യയിലേക്ക് കടക്കും എന്ന കാര്യം ഗ്യാരണ്ടിയാണ്. നെറ്റ് കളക്ഷൻ 100 കോടി കടക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. എന്തായാലും ബോക്സ് ഓഫീസ് കളക്ഷൻ 100 കോടി കടക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ചിത്രത്തിന് 26,50 ലക്ഷം രൂപ നെറ്റ് കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ചിത്രത്തിന് പ്രൊഡ്യൂസർക്ക് ഏകദേശം ഇതിൽ നിന്ന് ഒരു 13,25 ലക്ഷം രൂപ, 13.5 കോടി രൂപയോളം പ്രൊഡ്യൂസറുടെ കയ്യിലേക്കായിട്ട് ഷെയർ വന്നിട്ടുണ്ടാവും. പ്രൊഡ്യൂസർ ഷെയർ വന്നിട്ടുണ്ടാവും. എന്തായാലും അതൊരു നല്ല ഉയർന്ന സംഖ്യ തന്നെയായിട്ട് കണക്ക് കൂട്ടണം. കാരണം 6 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ 60% മുടക്കുമുതൽ 20 കോടി മുടക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സിനിമയ്ക്ക് 6 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ ഒരു 60-70% ബഡ്ജറ്റ് തിരിച്ചു പിടിച്ചു തിയേറ്ററിൽ നിന്ന് എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. മാത്രവുമല്ല ചിത്രം ഏകദേശം നല്ലൊരു എമൗണ്ടിന് തന്നെയാണ് ബിസിനസ് നടന്നിരിക്കുന്നത്. ഏകദേശം 20 കോടിക്ക് മുകളിൽ ബിസിനസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രം ഒരു സൂപ്പർ ഹിറ്റായി മാറി എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് പ്രീ ബിസിനസ്സിലൂടെ തന്നെ പ്രൊഡ്യൂസർക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വരുന്ന 13 കോടി രൂപ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇനത്തിലായിരിക്കും വരിക. അതുകൊണ്ട് പ്രൊഡ്യൂസർ പ്രോഫിറ്റ് നേടിയ ഒരു ചിത്രമായിട്ട് നമുക്ക് ഇതിനെ കണക്കൂട്ടാം. ഇനി വെയിറ്റ് ചെയ്യേണ്ടത് ചിത്രം 100 കോടി ബോക്സ് ഓഫീസ് കടക്കുമ്പോൾ, അതുപോലെ 100 കോടി നെറ്റ് കളക്ഷൻ കടക്കുമ്പോൾ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം.